Hello everyone. So we were discussing about elements of writing. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് റൈറ്റിങ്ങിന് കുറച്ച് നമ്മൾ റൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറച്ച് റെട്ടറിക്കൽ മോഡ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദ അതർ റെട്ടറിക്കൽ മോഡ്സ് ഇൻ ദിസ് മൊഡ്യൂൾ. സോ വിൽ ബിഗിൻ വിത്ത് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ഓർ ആർഗ്യുമെൻറ്റേഷൻ. Okay, so argumentative writing is also called persuasive writing because one of the foremost objective of argumentative writing is to persuade the reader to think in the way a writer wants to think. അപ്പം ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ അത് പെർസ്വേഡ് ചെയ്യുന്നത് ആ റീഡേഴ്സിനെ എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പെർസ്വേഡ് ചെയ്യുന്ന സോർട്ട് ഓഫ് റീഡിങ്ങിനാണ് നമ്മൾ ആർഗ്യുമെൻറ്റേറ്റീവ് റീഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഞാൻ നിങ്ങളെ കമ്പൽ ചെയ്യുകയാണ് ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു വിശ്വാസം നിങ്ങളിൽ ഞാൻ എന്താണ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. സോ ഐ പെർസ്വേഡ് യു, ഐ കമ്പൽ യു ടു ബിലീവ് ദിസ്. അപ്പം അങ്ങനെ റീഡേഴ്സിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൈറ്റിംഗ് മോഡാണ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. In an argumentative writing, we give opinions and views in a convincing manner to the reader. ഒരാളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള സോർട്ട് ഓഫ് റൈറ്റിങ്ങിനാണ് നമ്മൾ ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് എൻ ആർഗ്യുമെൻറ്റ്? Opinion with a valid reason or logic behind can be considered as an argument. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു യുക്തി ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടെങ്കിൽ we can call those opinions argument. ഓക്കെ, ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കേട്ട് കഴിഞ്ഞാൽ ശരിയാണല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ളതാണെങ്കിൽ അത് ആർഗ്യുമെൻ്റ് ആണ്. ഓക്കെ, the purpose of an argument is to convince the listener or reader. An argument can be defined as a debatable statement or statement which may be or may not be agreed by others. അപ്പോൾ ആർഗ്യുമെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കൂ. an argument can be defined as debatable statement എന്നാണ് പറയുന്നത്. ഡിബേറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പം ഒരു കാര്യം വിശ്വസിക്കുന്നു, അത് ഞാൻ നിങ്ങളെ പെർസ്വേഡ് ചെയ്യിച്ച് നിങ്ങളോട് അത് വിശ്വസിക്കാൻ പറയുന്ന രീതിയിൽ ഞാനത് പെർസ്വേസീവ് മോഡ് ഓഫ് റൈറ്റിങ്ങിലൂടെ നിങ്ങളെ ഞാനത് വിശ്വസിപ്പിക്കുന്നു. ബട്ട് ദർ ആർ സം അതർ കാറ്റഗറി ഓഫ് പീപ്പിൾ ഹൂസ് എഗെയിൻസ്റ്റ് ദിസ് ഒപ്പീനിയൻ. അപ്പോൾ അതിനെ ഡിബേറ്റ് ചെയ്യാൻ പറ്റണം. അതെങ്ങനെയാണ്, അതങ്ങനെയല്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനെ ഡിബേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സോർട്ട് ഓഫ് ആർഗ്യുമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം എൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ അത് ഞാൻ വിശ്വസിക്കുന്നു, അതിൻ്റെ ലോജിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് സാധ്യത എന്നൊരു ധാരണയിൽ ഞാൻ മുമ്പോട്ട് പോകുന്നു. ബട്ട് വേറെ കുറച്ച് ആൾക്കാർക്ക് അത് കൺവിൻസിങ് ആയിക്കൊള്ളുന്നില്ല. സോ they have conflicting opinions for this. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാം. Okay, so learn the definition of that argument. The other argument can be defined as a debatable statement or statement which may or may not be agreed by others. Okay, so argumentative essay. So നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന rhetorical mode എന്ന് വെച്ചാൽ argumentative essay ആണ്. An argument essay or an argumentative essay consists of a set of debatable statements, and these statements can be classified into two, that is premises and conclusion. In a typical argument, there is one conclusion and a minimum of one premise. The premises are assertion that lead to a conclusion. So argumentative essayൻ്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു നോക്കിയാൽ അതിന് ആർഗ്യുമെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. അതായത് ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം, ദെൻ അതിന് ഒന്നോ അതിലധികമോ ഉള്ള പ്രിമൈസസ് വേണം, പിന്നെ അതിനൊരു കൺക്ലൂഷൻ വേണം. ഓക്കെ, then an argumentative essays give emphasis on convincing the reader by substantiating its claim or position with the help of supporting evidences from the reliable sources. The purpose is to convince. Okay, so argumentative essay എന്താ ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സപ്പോർട്ടിംഗ് എവിഡൻസുകൾ കൊടുക്കും. ഓക്കെ, so ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. You have an example here. See, the argument is all Indian writers are not pan-Indian writers. ഈ pan-Indian writers എന്ന് വെച്ചാൽ writers who writes about India
ഓൾ ടുഗദർ. ഓക്കെ, അപ്പം അക്രോസ് ഇന്ത്യ അല്ലെങ്കിൽ മൊത്തമായിട്ട് ഇന്ത്യയെ കുറിച്ചിട്ട് ഒരു ഡെപ്പിക്ഷൻ വരുന്ന സോർട്ട് ഓഫ് റൈറ്റിങ്ങിനെയാണ് നമ്മൾ പാൻ ഇന്ത്യൻ റൈറ്റേഴ്സ് എന്ന് പറയാം. അതായത് ഇന്ത്യയെ കുറിച്ച് മൊത്തമായിട്ട് അവർ എഴുതും, അല്ലെങ്കിൽ അവരുടെ വർക്ക്സിൽ ഇന്ത്യൻ്റെ പല സ്ഥലങ്ങളെ കുറിച്ചിട്ടും ഒക്കെ വരും. അപ്പം ഇന്ത്യ ആസ് എ ഹോൾ ഇസ് റെപ്രസെൻറ്റഡ് ഇൻ ദ വർക്ക്സ്. ഓക്കെ, അങ്ങനത്തെ റൈറ്റേഴ്സിനെയാണ് നമ്മൾ പാൻ ഇന്ത്യൻ റൈറ്റേഴ്സ് എന്ന് പറയുക. ഇവിടുത്തെ ആർഗ്യുമെൻ്റ് എന്താണ്? ഓൾ ഇന്ത്യൻ റൈറ്റേഴ്സ് ആർ നോട്ട് പാൻ ഇന്ത്യൻ റൈറ്റേഴ്സ്. എല്ലാ ഇന്ത്യൻ റൈറ്റേഴ്സും പാൻ ഇന്ത്യൻ റൈറ്റേഴ്സ് അല്ല. സോ ദ പ്രിമൈസസ് ആർ all of R.K. Narayan's novels are set in an imaginary South Indian town called Malgudi. അപ്പോൾ R.K. നാരായൺ, യു നോ, ഹീസ് ആൻ ഇന്ത്യൻ റൈറ്റർ. അപ്പം അയാളെ കുറിച്ചിട്ട് പറയുന്നത് എന്താണ്? R.K. നാരായണൻ്റെ എല്ലാ നോവൽസും സെറ്റ് ചെയ്തിരിക്കുക എന്ന് വെച്ചാൽ അയാൾ നോവലിൽ അയാൾ എഴുതുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ചിത്രീകരിക്കുക, ഏത് പ്ലേസിനെ കുറിച്ചിട്ടാണ് അയാൾ എഴുതിക്കൊണ്ടിരുന്നത്? ഒരു ഇമാജിനറി സൗത്ത് ഇന്ത്യൻ ടൗണിനെ കുറിച്ചിട്ടാണ് അയാളുടെ നോവലിൽ പലപ്പോഴും എഴുതിക്കൊണ്ടിരുന്നത്. ആ ഇമാജിനറി സൗത്ത് ഇന്ത്യൻ ടൗണിൻ്റെ പേരാണ് മാൽഗുഡി. ഓക്കെ, സോ മാൽഗുഡി എന്നുള്ളൊരു സ്ഥലമില്ല, ബട്ട് R.K. നാരായൺ ഇമാജിൻ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഫിക്ഷണൽ ടൗൺ ആണ് മാൽഗുഡി. സോ R.K. നാരായണൻ്റെ എല്ലാ നോവൽസും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ മാൽഗുഡിയിലാണ്. Then what is the second premise? Malgudi does not reflect the cultural and linguistic diversity of India as a nation. സെക്കൻഡ് പ്രിമൈസ് പറയുന്നത് മാൽഗുഡി എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രത്യേക ടൗൺ മാത്രമാണ്. ആ ടൗണിനെ കുറിച്ചിട്ട് മാത്രമാണ് R.K. നാരായൺ അയാളുടെ നോവൽസിൽ അധികവും പറയാറുള്ളത്. അപ്പം മാൽഗുഡിയിൽ ഫോക്കസ്ഡ് ആയിക്കൊണ്ടിരുന്നാൽ അതെന്തല്ല, ഇന്ത്യ ആസ് എ ഹോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചറൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി അയാളുടെ നോവൽസിൽ നമുക്ക് കാണാൻ പറ്റില്ല. സോ ഹീസ് വട്ട് ഇന്ത്യനെ മൊത്തം ചിത്രീകരിക്കാത്തൊരു സ്പെസിഫിക് ഏരിയയിൽ ഫോക്കസ്ഡ് ആണ് R.K. നാരായണൻ്റെ നോവൽസ്. സോ വി കനോട്ട് കോൾ ദാറ്റ് റൈറ്റർ എ പാൻ ഇന്ത്യൻ റൈറ്റർ. Okay, so what is the conclusion? R.K. Narayan is not a pan-Indian writer but a regional writer. Okay, ഒരു regional focused ആണ്. So he is a regional writer rather than a pan-Indian writer. സോ ഇങ്ങനെയാണ് നമ്മൾ കൺക്ലൂഷൻ. അപ്പം ഒരു ആർഗ്യുമെൻ്റ് തന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 എവിഡൻസുകൾ കൊടുത്തു, ആൻഡ് വി കൺക്ലൂഡ് ഇറ്റ്. നമ്മുടെ ആർഗ്യുമെൻ്റ് നമ്മൾ ഉറപ്പിച്ചത് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയായിരിക്കണം ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം അവിടെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എവിഡൻസുകൾ നമ്മളിങ്ങനെ കൊടുത്ത് ഞാൻ മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ എബോവ് ഇസ് കറക്റ്റ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അങ്ങനത്തെ സോർട്ട് ഓഫ് റൈറ്റിങ്ങിനാണ് നമ്മൾ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നമ്മൾ എഴുതിയിട്ടുള്ള ആ എസ്സേ ഡിബേറ്റബിൾ ആണ്. ചിലപ്പോൾ നാളെ വേറെ ആരെങ്കിലും പറയും ഈ എസ്സേയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെ ആയിക്കൂടെ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡിബേറ്റുള്ളൊരു പോസിബിലിറ്റി എപ്പോഴും ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ കൊടുക്കുന്നുണ്ട്. ഓക്കെ, then the next essays is comparison and contrast. You know comparison and contrast. Compare ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഒരു സാധനത്തിനെ നിർത്തിയിട്ട് വേറൊരു സാധനത്തോട്ട് അതിനെ കമ്പയർ ചെയ്യാണ്, അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസസും വെച്ചിട്ട്. പിന്നെ കോൺട്രാസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, യു നോ ദാറ്റ് ടേംസ്. While writing an academic paper, you may be required to find out similarities and differences between two subjects. The rhetorical mode that comes to your rescue during such situation is compare and contrast. So നമുക്ക് ഒരു എസ്സേ എഴുതുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളെ, 2 സബ്ജക്ട്സ് അല്ലെങ്കിൽ 2 തിങ്സ് അല്ലെങ്കിൽ 2 ഹ്യൂമൻ ബീങ്സ് അവരെയൊക്കെ കമ്പയർ ചെയ്യാനാണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എസ്സേ മോഡാണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. Okay, a compare and contrast essay may examine 2 subjects, either comparing them, contrasting them or both. അപ്പോൾ നമുക്കൊരു compare and contrast essay ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തിരിക്കും, ചിലപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്തിരിക്കും, ചിലപ്പോൾ സെയിം എസ്സേയിൽ നമ്മൾ രണ്ടും ചെയ്യും. The main objective of compare and contrast essays is to analyze subjects that can be analyzed using comparison and contrast in a meaningful way. അപ്പം എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു സബ്ജക്റ്റിനെ വ്യക്തമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. അതിൻ്റെ നല്ല വശങ്ങളും അതിൻ്റെ ചീത്ത വശങ്ങളും ഒക്കെ പറഞ്ഞ് വേറൊരു കാര്യത്തിനോട് കമ്പയർ ചെയ്ത് നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു അനലൈസ് നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ,
സോ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റീവ് അനലൈസിസ് ക്യാൻ ബി ഡൺ ഇൻ ടു ഡിഫറെൻറ്റ് വേസ്. നമുക്ക് രണ്ട് രീതിയിൽ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഇസ് ഡിസ്കസിങ് ദ സിമിലാരിറ്റീസ് ഓൺ വൺ പാർട്ട് ആൻഡ് മൂവ് ഓൺ ടു ദ സെഷൻ ഓൺ കോൺട്രാസ്റ്റിംഗ് പോയിൻറ്റ്സ്. സോ നമ്മൾ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് എസ് എഴുതുമ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഒരു സെഷൻ മൊത്തം നമ്മൾ സിമിലാരിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും, കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് കൊടുക്കും. സോ ഈ ഒരു എസ്സേയുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, നമ്മൾ ഇതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ വിൽ കമ്പയർ ദ തിങ്സ്. ദെൻ നെക്സ്റ്റ് സെഷനിൽ വിൽ കോൺട്രാസ്റ്റ് ദ തിങ്സ്. അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. അങ്ങനെയായിരിക്കും ഈ ആദ്യത്തെ മോഡ്. ഈ രണ്ടാമത്തെ മോഡ് എങ്ങനെയാണ്, നമ്മൾ രണ്ടും മിക്സ് ചെയ്ത് എഴുതും. അതായത് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, നമ്മൾ ഫസ്റ്റ് പാരയിൽ എന്ത് ചെയ്യും, നമ്മളതിൻ്റെ കമ്പാരിസൺ കാര്യങ്ങളൊക്കെ കൊടുക്കും. അതേ പാരഗ്രാഫിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ സെക്കൻഡ് പാരയിൽ എഴുതും, അവിടെ നമ്മൾ കമ്പാരിസൺ കൊടുക്കും. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോൺട്രാസ്റ്റിംഗ് കൊടുക്കും. അങ്ങനെ എത്രത്തോളം പാരഗ്രാഫ്സ് വേണോ അത്രത്തോളം ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് എക്സസൈസ് എഴുതാം. യു ഹാവ് എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ്. ഗോ ത്രൂ ദാറ്റ് ആൻഡ് റെഫർ. ദെൻ കോസ് ആൻഡ് ഇഫക്റ്റ് എസ്സേസ്. അതായത് കോസ് ആൻഡ് ഇഫക്ട്സ് എന്ന് വെച്ചാൽ ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ്, അതിൻ്റെ കോസ് അല്ലെങ്കിൽ ഇഫക്ട്സ് അനലൈസ് ചെയ്ത് എഴുതുന്ന എസ്സേസ് ആണ് കോസ് ആൻഡ് ഇഫക്റ്റ് എസ്സേസ് എന്ന് പറയുന്നത്. So cause and effect essays deals with causes, effects, or both causes and effects of an issue, an event or a phenomenon. ഓക്കെ, അപ്പം കോസ് ആൻഡ് ഇഫക്റ്റ് എസ്സേസ് ഒന്നെങ്കിൽ കോസസിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ ഇഫക്ട്സിനെ കുറിച്ചിട്ട് പറയും, അല്ലെങ്കിൽ ദേ ഡിസ്കസ് ദ ബോത്ത് ആൻഡ് എന്താണ് കംസ് ടു എ കൺക്ലൂഷൻ. ഓക്കെ, so such essays enquire the reason or explain the effect of a problem or an event. ഒന്നെങ്കിൽ അതിൻ്റെ കാരണത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചിട്ടോ ആയിരിക്കും ഈ കോസ് ആൻഡ് ഇഫക്റ്റ് എസ്സേസ് പറയാം. ഹിയർ ഇസ് എൻ എക്സാമ്പിൾ. വൈ ഡിഡ് ഗവൺമെൻറ് ഡിമോണിറ്റൈസ് ഹൈ ഡിനോമിനേഷൻ നോട്ട്സ്? ഗവൺമെൻറ് എന്തിന് ഈ വലിയ സംഖ്യകളുള്ള നോട്ട്സൊക്കെ നിരോധിച്ചു? അപ്പോൾ അങ്ങനെ ഒരു എസ്സേ നമ്മൾ എഴുതുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിമോണിറ്റൈസേഷന് പിറകിലുള്ള റീസൺസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ റീസൺസ്, അതായത് ഈ എന്താണ് കള്ളപ്പണം ആ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമായിരുന്നു ഈ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ റീസൺസ് ഒക്കെ ആദ്യം സോർട്ട് ഔട്ട് ചെയ്തെടുക്കും. പിന്നെ ഈ ഡിമോണിറ്റൈസേഷൻ കൊണ്ട് ആൾക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്ട്സ്, അത് എത്രത്തോളം ഇഫക്റ്റീവായി, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ ഒരു കാര്യം പറയും. അപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങളും അതിൻ്റെ ചീത്ത വശങ്ങളും അതിൻ്റെ റീസൺസും അതിൻ്റെ ഇഫക്ട്സും ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ എഴുതുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെട്ടറിക്കൽ മോഡാണ് കോസ് ആൻഡ് ഇഫക്റ്റ് എസ്സേസ്. സോ നമുക്ക് ഓരോ സബ്ജക്റ്റ് കിട്ടുമ്പോഴും ഞാനിപ്പോൾ കുറേ റെട്ടറിക്കൽ മോഡ്സ് പറഞ്ഞു തന്നു. അപ്പം ചില ടോപ്പിക്സ് വരുമ്പോൾ നമുക്ക് ഈ കോസ് ആൻഡ് ഇഫക്റ്റ് ആയിരിക്കും അവിടെ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവുക. ചില ടോപ്പിക്സ് വരുമ്പോൾ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടി നമുക്ക് എസ്സേ എഴുതാൻ എളുപ്പം. അങ്ങനെ ഓരോ ടോപ്പിക്കിനെ വെച്ചിട്ട് ടോപ്പിക്ക് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരണം, ഓക്കെ ഈ ടോപ്പിക്കിന് ഈ റെട്ടറിക്കൽ മോഡാണ് ഈസി അല്ലെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവുക. അതിനാണ് നമ്മൾ ഈ റെട്ടറിക്കൽ മോഡ്സ് പഠിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. Next essays is definition essays. See, what do you mean by defining something? നമ്മളൊരു കാര്യത്തിന് അതിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ഫങ്ഷൻ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫൈൻ ചെയ്യാണ്. അതിൻ്റെ എല്ലാ ക്വാളിറ്റീസും വെച്ചിട്ട് നമ്മൾ അതിനെ വിശദീകരിക്കുന്നതിനാണ് നമ്മൾ ഡെഫിനിഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇൻ എ ഡെഫിനിഷൻ എസ്സേ ദ thesis statement is the term and its definition. So computer ആണ് നമ്മുടെ term എങ്കിൽ we define it. Computer is an electronic device used for this എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നു. So part of developing your thesis revolves around writing an effective definition. അപ്പം ഡെഫിനിഷൻ എസ്സേയിൽ നമ്മളൊരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡെഫിനിഷനിൽ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആ എസ്സേ മുമ്പോട്ട് കൊണ്ടുപോവുക. ഓക്കെ, സോ വി ഡെവലപ്പ് അവർ തീസിസ് അല്ലെങ്കിൽ അവർ എസ്സേ റിവോൾവിങ് അറൗണ്ട് ദാറ്റ് സ്പെസിഫിക് ഡെഫിനിഷൻ. നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ആ ഡെഫിനിഷനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മൾ ആ എസ്സേ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. സോ ദർ ആർ മൾട്ടിപ്പിൾ അപ്രോച്ചസ് ടു ഡിഫൈൻ യുവർ സെലക്റ്റഡ് ഐറ്റം. ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു തിങ്ങിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ്.
ബൈ അനാലിസിസ്, അതായത് നമ്മൾ അതിനെ എടുത്ത് പഠിച്ച് അതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയാം. കമ്പയറിങ് ഇറ്റ് വിത്ത് സംതിങ് സിമിലർ ആൻഡ് ഷോ ഇറ്റ്സ് ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ കമ്പയർ ഇറ്റ് വിത്ത് ഹ്യൂമൻ ബ്രെയിനിനെ പോലെ തന്നെയാണ് കമ്പ്യൂട്ടർ. ബട്ട് അത് എന്തുകൊണ്ട് ഇത് ഇഫക്റ്റീവ് ആവുന്നു, ഹ്യൂമൻ ബ്രെയിനിൻ്റെ ലിമിറ്റേഷൻസും ഇതിൻ്റെ കുറച്ച് പ്ലസ് പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സിമിലർ തിങ്ങായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ബൈ ഇറ്റ്സ് ഫങ്ഷൻ, അതിൻ്റെ ഫങ്ഷൻ ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഈ ഫങ്ഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഇങ്ങനെ പറയുന്നതെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട്, ഓക്കെ, അതായത് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മദർ ബോർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡെഫിനിഷൻ വെച്ചിട്ട് എന്താണ് കമ്പ്യൂട്ടർ അല്ലാത്തത് എന്താണോ അതിനെ വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ് ഇസ് അൺലൈക്ക് ഹ്യൂമൻ ബ്രെയിൻ, കമ്പ്യൂട്ടർ ഇസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബ്രെയിനിന് പറ്റാത്ത പല കാര്യങ്ങളും ഇതിനെ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഡെഫിനിഷൻ വെച്ചിട്ടും നമുക്ക് പറയാം. അപ്പം ഇപ്പോൾ കമ്പ്യൂട്ടർ എന്താണ്, ഇതല്ലാത്തതാണ് കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് ഒരു കാര്യത്തിന് ഡിഫൈൻ ചെയ്യും. ഇപ്പം ഒരു 4 ടൈപ്സ് ഓഫ് ഡെഫിനിഷൻ എസ്സീസ് നമ്മൾ നോക്കി. ആൻഡ് ദ നെക്സ്റ്റ് മോഡ് ഈസ് പ്രോസസ് അനാലിസിസ് എസ്സീസ്. പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയാം അല്ലേ. സോ പ്രോസസ് അനാലിസിസ് മേ ബി ഫോർ എക്സ്പ്ലെയിനിങ് ഹൗ സംതിങ് ഹാപ്പൻസ് ഓർ വർക്ക്സ്. ഒരു കാര്യം എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ് പ്രോസസ് അനാലിസിസ് എസ്സേസ്. ഓക്കെ, സോ നമ്മളൊരു കാര്യം എങ്ങനെ നടന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ, പ്രോസസ് അനാലിസിസ് may be for explaining how something happens or works, or how to do something. സോ ഒരു കാര്യം എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദാറ്റ് സോർട്ട് ഓഫ് എസ്സേസ് ആർ കോൾഡ് ഇൻഫർമേഷണൽ പ്രോസസ് അനാലിസിസ്. കമ്പ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോൾ ഒരു എസ്സേയിൽ എഴുതുന്നത്. ഹൗ ഡസ് എ കമ്പ്യൂട്ടർ വർക്ക്, ദാറ്റ് ഇസ് എൻ എസ്സേ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, കമ്പ്യൂട്ടർ വർക്ക്സ് ഇൻ സച്ച് മാനർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അതെന്ത് എസ്സേ ആണ്. പ്രോസസ് അനാലിസിസിൻ്റെ താഴെ വരുന്ന ഇൻഫർമേഷണൽ പ്രോസസ് അനാലിസിസ് എസ്സേ ആണ് നമ്മൾ അതിന് പറയാം. അതായത് വി ആർ ഗിവിങ് ഇൻഫർമേഷൻ അബൌട്ട് ഹൗ എ തിങ് ഇസ് പ്രോസസ്സിങ്. ഓക്കെ, ഇനി രണ്ടാമത് ഹൗ ടു ഡു സംതിങ്. നമ്മൾ ഒരു പുതിയൊരു പ്രോഡക്റ്റ് കിട്ടി അത് എങ്ങനെ വർക്ക് ചെയ്യണം നമുക്ക് പറഞ്ഞു തരുന്നൊരു നമുക്ക് ഒരു എസ്സേ മോഡിൽ നമുക്കൊരു പാംഫ്ലെറ്റ് അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതെന്താണ്, അത് ഡയറക്ഷണൽ പ്രോസസ് അനാലിസിസ് ആണ്. ഓക്കെ, ഡയറക്ഷണൽ പ്രോസസ് അനാലിസിസ് എസ്സേ ആണ്. അതായത് വി ആർ ഗെറ്റിംഗ് ഡിറക്ഷൻസ് അബൌട്ട് ഹൗ ടു ഡു ദിസ് തിങ്സ്. ഓക്കെ, അപ്പം നമ്മൾ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന സോർട്ട് ഓഫ് എസ്സേസിനാണ് ഡയറക്ഷണൽ പ്രോസസ് അനാലിസിസ് എന്ന് പറയുക. ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിറക്റ്റ് ചെയ്തുകൊണ്ട് പറയുന്ന എസ്സേസ് ആണ്. അതിനെ നമ്മൾ ഡിറക്ഷണൽ അനാലിസിസ് എസ്സേസ് എന്ന് പറയും. സോ പ്രോസസ് അനാലിസിസിൻ്റെ താഴെ 2 എസ്സേസ് വരുന്നുണ്ട്. ഒന്ന് വിൽ ഗീവ് അസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ഹൗ ടു ഡു സംതിങ്. രണ്ടാമത്തത് വിൽ ഗിവ് യു ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഇൻഫർമേഷണൽ പ്രോസസ് അനാലിസിസ് എസ്സേസും ഡിറക്ഷണൽ പ്രോസസ് അനാലിസിസ് എസ്സേയും നോക്കുക. Okay, so informational process analysis is always written in third person narration, whereas directional analysis is written in second person. Go through that, you have examples there in your text. Then the last and the final one is the classification and definition. നമ്മൾ എപ്പോഴാണ് ഒരു കാര്യം ക്ലാസിഫൈ ചെയ്യുക? വി ക്ലാസിഫൈ തിങ്സ് ഫോർ മേക്കിംഗ് ആ ടാസ്ക് വെരി ഈസി. ഒരു കാര്യം വളരെ ബൾക്കായിട്ട് കാണുമ്പം നമുക്കത് ബുദ്ധിമുട്ടാണ് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ. ബട്ട് അത് ക്ലാസിഫൈ ചെയ്തിട്ട് കോളൻസ് ആക്കി 1 2 3 എന്നൊക്കെ പറഞ്ഞു തരുമ്പം ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ്. ഓക്കെ, സോ ദ ജനറൽ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇസ് ടു ബ്രേക്ക് ബ്രോഡ് സബ്ജക്ട്സ് into smaller parts. അപ്പോൾ വലിയ കാര്യങ്ങളെ നമ്മൾ ചെറിയ പീസസ് ആയിട്ട് സ്മോൾ പാർട്സ് ആക്കിയിട്ട് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയാം. In academic writing, a classification or division essays analyze people, things or ideas, categorizing them into groups and classes. ഓക്കെ, അപ്പോൾ ഒരു അക്കാഡമിക് റൈറ്റിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ എസ്സേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഷോർട്ടാക്കി ഗ്രൂപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലാസ്സസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആക്കി അതിനെ ഡിവൈഡ് ചെയ്ത് അതിനെക്കുറിച്ച് എഴുതുന്നു. ഇങ്ങനെ പരത്തി എഴുതുന്നതിന് പകരം കുറച്ചുകൂടി ഓർഡറും കുറച്ചുകൂടി നമ്മുടെ എസ്സേസ് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആക്കുന്ന സോർട്ട് ഓഫ് എസ്സേസ് ആണ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ എസ്സേസ് എന്ന് പറയുന്നത്.
Then the main elements of classification or division essays are as follows. അപ്പോൾ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്, സ്ട്രക്ചർ അല്ലെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, ഫസ്റ്റ് വൺ ഇസ് ദ ഐറ്റംസ് ടു ബി ക്ലാസിഫൈഡ് ഷുഡ് ഷെയർ സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു കാര്യത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം അതിന് എന്തെങ്കിലും കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് വേണം. യൂഷ്വലി ജനറിക് nouns that refer to all members of class or group are taken for classification. See, ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, നമ്മളിപ്പം ഹ്യൂമൻ ബീങ്സിനെയും ആനിമൽസിനെയും നമ്മൾ കമ്പയർ ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ഹ്യൂമൻ ബീങ്സിന് ഒരു കോളത്തിൽ എഴുതും, ആനിമൽസിന് വേറൊരു കോളത്തിൽ എഴുതും. ഇവർ തമ്മിലുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ബോത്ത് ആർ ലിവിങ് തിങ്സ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു കോമൺ ഫീച്ചർ വേണം. പിന്നെ ഈ ജനറിക് നൗൺസ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിനെ മൊത്തമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സ് എന്ന് വെച്ചാൽ അതിൽ എല്ലാ ആൾക്കാരും പെടും. ഓക്കെ, മാൻ ആൻഡ് വുമൺ എല്ലാവരും പെടും. ആനിമൽസ് എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളും പെടും. ഓക്കെ, അതായത് നമ്മുടെ കാട്ടിലൊക്കെ കാണുന്ന എല്ലാ ആനിമൽസും. വി ആർ നോട്ട് പോയിൻറ്റിങ് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ജനറൽ ആയിട്ടുള്ള നൗൺസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അല്ലാതെ ഒരു സ്പെസിഫിക് കാറ്റഗറി ആകുമ്പം ഇറ്റ് ലീഡ്സ് ടു കൺഫ്യൂഷൻ. അപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സ് എഴുതിയിട്ട് നമ്മൾ എന്താ പറയുക, ലയൺസ് അല്ലെങ്കിൽ നമ്മൾ റെപ്റ്റൈൽസ് എഴുതും, അതൊരു പെർട്ടിക്കുലറിലോട്ട് ഫോക്കസ്ഡ് ആയിപ്പോയി. അപ്പം നമ്മളെപ്പോഴും ജനറിക് നൗൺസ് വേണം ക്ലാസിഫിക്കേഷന് യൂസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഡിസൈഡ് ദ ക്രൈറ്റീരിയ. പിന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിനും ആനിമൽസിനെയുമാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്നുള്ളൊരു ക്രൈറ്റീരിയനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെയായിരിക്കണം നമ്മൾ താഴോട്ടൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ക്രൈറ്റീരിയ വേണം, അല്ലെങ്കിൽ ഒരു സ്കീം വേണം ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. Then you need to give adequate examples or explanation for each category. നമ്മൾ ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോഴും അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള adequate examples-ഉം explanations-ഉം we have to provide. Then mention what are you planning to classify in the introduction. ഇൻട്രൊഡക്ഷനിൽ ഇത് എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കൊടുക്കണം. Then transition words like the first type, the kind, class, second type, അങ്ങനത്തെ ടേംസ് ഒക്കെ, അതായത് ഫസ്റ്റ് ടൈപ്പ് ഇങ്ങനെയാണ്, സെക്കൻഡ് ടൈപ്പ് ഇങ്ങനെയാണ്, ദിസ് കൈൻഡ് അല്ലെങ്കിൽ ദാറ്റ് കൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ടൈപ്പിനെയും നമുക്ക് എന്താണ് വേർതിരിക്കുന്ന കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യാം. Okay, so that is all about classification and definition essays. So these are the rhetorical modes that you have to study in the module elements of writing. Hope these things are clear. So read your text, go through the examples, and make yourself masters in what elements of writing, and learn the different rhetorical modes of writing. Hope the things are clear, and if you have got any doubts, feel free to contact. So thank you.